ഹായ് ഫോക്സ്, ഒരു ക്വിക്ക് ട്രേഡ് റിവ്യൂ ആണ്. സോ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് നിഫ്റ്റി ആണ്. സോ നിഫ്റ്റിയുടെ എക്സാക്ട് ലോ ഞാൻ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് മന്ത്ലി ക്യാൻഡലിന്റെ ക്ലോസ് ആയതുകൊണ്ടും പുതിയ ക്യാൻഡലിന്റെ ഓപ്പൺ ആയതുകൊണ്ടും ഓഫ് കോഴ്സ് നമുക്ക് മാനിപ്പുലേഷൻ വിക്സും കാര്യങ്ങളും ഫോം ആവേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ബുള്ളിഷ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓവറുമായിട്ടും ചെയ്യാനായിട്ട് എക്സാക്ട്ലി ഒന്നുമില്ല എന്നും ആ നടക്കുന്ന എക്സാക്ട് ഡേ വെനസ്ഡേ എന്നുള്ള ഒരു ദിവസം നമ്മൾ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇന്ത്യൻ ടൈം നമ്മളെ മാറ്റർ ചെയ്യുന്ന കാര്യമില്ല. നമുക്ക് മാർക്കറ്റ്സ് അമേരിക്കൻ ടൈമിൽ തന്നെയാണ് മൂവ് ആവുന്നത്. സോ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു കോൺസെപ്റ്റ് വർക്ക് ആവുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അതേപോലെ തന്നെ ഇതിനകത്ത് ഓപ്പണിംഗ് റേഞ്ച് ഗ്യാപ്പിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇന്നത്തെ ഒരു ട്രേഡിനെ കുറിച്ചും എനിക്ക് പറയാനുണ്ട്. ഓക്കെ, സോ അതേപോലെ നമ്മുടെ മാർക്കറ്റ് ഡെലിവറി പ്രൊഫൈൽസും AMD എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്തും വർക്ക് ആവുന്നതാണ്. സോ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ, നിങ്ങൾക്കിപ്പം ഇൻഡെക്സ് ഓപ്ഷൻസ് ആവാം, ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ സ്റ്റോക്ക് ഓപ്ഷൻസ് ആവാം, സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ആവാം, എന്തൊരു കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഇത് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡീപ്പ് ഓപ്ഷൻസ് കോഴ്സ് നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിരിക്കും, യൂട്യൂബിലായിരിക്കും, നമ്മൾ ലൈവ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 5 to 6 hour ലെങ്ത് വരുന്ന ഒരു ഓപ്ഷൻസ് കോഴ്സ് നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ടോ, അത് കമ്മിങ് ആണ്, റെക്കോർഡിംഗ് ആണ്. സോ ഗൈസ്, നമ്മൾ എക്സാക്ട്ലി അപ്പോൾ ഒരു ലോ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു, ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഓപ്ഷൻസ് ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പല രീതിയിലും നിങ്ങൾക്ക് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വീക്ക്ലി കോൺട്രാക്ട്സ് അല്ലെങ്കിൽ മന്ത്ലി കോൺട്രാക്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈവൻ ഡെയിലി ഇൻട്രാഡേ സ്കാൽപ്പിംഗ്സ് പോലും ഹോൾഡ് ചെയ്യാനും ടേക്ക് ചെയ്യാനും പറ്റും. അപ്പൊ ഇതുമായിട്ട് നിങ്ങൾക്ക് SMT ഏതൊരു അസറ്റ് ക്ലാസ്സോടെ നോക്കാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ബാങ്ക് നിഫ്റ്റിയും അതേപോലെ സെൻസെക്സും ആയിട്ട് നോക്കാൻ പറ്റും. ഗൈസ്, മാർക്കറ്റ്സ് എല്ലാം ആൽഗോറിതമിക് ആണ്. ഓക്കെ, സോ എല്ലാ മാർക്കറ്റ്സും ആൽഗോറിതമിക് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ നാസ്ഡാക്കിൽ യൂസ് ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റ് എന്തുകൊണ്ട് ഇവിടെ ഉപയോഗിച്ചുകൂടാ? എന്തുകൊണ്ട് നിങ്ങൾ എന്താ പറയാ ഇവിടെ ഉപയോഗിക്കുന്ന ആ ഒരു സെയിം കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഫോറക്സ് യൂസ് ചെയ്യണം? നിങ്ങൾക്ക് എല്ലായിടത്തും ഈ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യാം. ഈവൻ സൺഡേസിൽ നിങ്ങൾക്ക് ബിറ്റ് കോയിൻ ട്രേഡ് ചെയ്യാൻ വരെ പറ്റും. ഓക്കെ, സോ ഈ ഒരു പ്രൊഡിക്ഷൻ ആക്ച്വലി എന്റെ ഏറ്റവും വലിയൊരു പ്രൊഡിക്ഷനോ കാര്യങ്ങളോ ഒന്നും അല്ല. നമ്മൾ എന്താ പറയാ, നമ്മൾ USD INR എക്സാക്ട് ഹൈ നമ്മൾ പ്രൊഡിക്ട് ചെയ്തായിരുന്നു. സോ USD INR എക്സാക്ട് ഹൈ ഇന്ന് ഫോളോ ആകുമെന്ന് നമ്മൾ പ്രൊഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതൊന്നും വലിയ ആദ്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾ എക്സാക്ട്ലി നാസ്ഡാക്കിന്റെ ഫോളും ക്രാഷും അതേപോലെ ഓവർ നടന്നവർ താഴെ കൊണ്ടുവരുന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ലോസും ഹൈസും കോൾ ചെയ്യുന്ന ഈ ചാനലിൽ ആദ്യമായിട്ടല്ല, ഇത് നിങ്ങൾ ഒരുപാടായിട്ട് കണ്ടുവരുന്നു. ഓക്കെ, ഇതേപോലത്തെ ഇത്രയും പ്രിസൈസ് ആയിട്ടുള്ള ഇങ്ങനത്തെ പ്രൊഡിക്ഷൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഭാവിയിൽ ഹെഡ്ലൈൻസും ഒക്കെ കാണാം. ഇതേ കണക്കത്തെ വളരെ കുറച്ച് പേര് US-ലും ഉണ്ട്. അവരും വളരെ വലിയ ഓപ്ഷൻ ട്രേഡേഴ്സ് ഒക്കെയാണ്. സോ ഓപ്ഷൻ ട്രേഡേഴ്സ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് അണ്ടർലൈങ് അസറ്റ് ആണ് നിങ്ങളുടെ എന്താ പറയാ പ്രീമിയത്തിന്റെ വാല്യൂ അല്ലെങ്കിൽ ഓപ്ഷൻസിന്റെ വാല്യൂ മൂവ് ചെയ്യുന്നതല്ലേ? ഒന്ന് തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ആ ഒരു പ്രീമിയത്തിന്റെ വാല്യൂ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ കോൺട്രാക്ടിന്റെ വാല്യൂ അണ്ടർലൈങ് അസറ്റിന് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ഓക്കെ, സോ നമുക്കപ്പോ ഇന്നത്തെ ഒരു ട്രേഡിലേക്ക് കിടക്കാം. സോ ഇന്നത്തെ ട്രേഡ് ഇതാണ്. നമുക്കപ്പോ ഇന്നത്തെ ഒരു ട്രേഡിലേക്ക് ഞാൻ ജസ്റ്റ് 5 മിനിറ്റിലോട്ട് പോകുവാണ്. അപ്പൊ പേഴ്സണലി നമ്മളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത ട്രേഡാണ്. നമുക്കപ്പോ ഈ സെഷൻസ് ഒന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, കാരണം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിൽക്കുവാണ്. സോ സെഷൻസ് നമ്മളെ എഫക്ട് ചെയ്യുന്ന കാര്യമല്ല. സോ ഗൈസ്, ഇന്നത്തെ മാർക്കറ്റ് നിങ്ങൾക്ക് മൺഡേ നോക്കുവാണെങ്കിൽ നമുക്കപ്പോൾ ടൈം ഒന്ന് വേണേ ഇന്ത്യൻ ടൈമിലോട്ട് ആകാം, കാരണം നമുക്ക് ദിവസങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനാണ്. സോ മൺഡേ നോക്കുവാണെങ്കിൽ നമുക്ക് റിലേറ്റീവ്ലി ഒരു ബുള്ളിഷ് ഡേ ആയിരുന്നു. നമുക്ക് മൺഡേ ഗ്യാപ്പ് അപ്പ് ടോപ്പണായി. ഇതിവിടാണ് ഞാൻ ഗ്യാപ്പ് തിയറി കൊണ്ടുവരുന്നത്. നമുക്ക് ഗ്യാപ്പ് അപ്പ് ടോപ്പണായി മാർക്കറ്റ് താഴേക്ക് വന്നു. തിരിച്ച് ഇതൊരു പ്രോപ്പർ ഗ്യാപ്പ് അല്ല. നമ്മൾ കഴിഞ്ഞ സെറ്റിൽമെന്റിൽ എവിടെയാണോ ക്ലോസ് ആയത് അവിടെ തന്നെയാണ് നമുക്ക് തിരിച്ച് ഓപ്പൺ ആയതും. അതിനുശേഷം മാർക്കറ്റ് ട്യൂസ്ഡേ ഒരു ഗ്യാപ്പ് ഡൗൺ ടോപ്പൺ ആയി. ഓക്കെ, സോ ഈ ഒരു ഗ്യാപ്പ് ഡൗൺ ടോപ്പൺ ആവുമ്പോൾ നമുക്ക് ഈ ഒരു 2 ക്വാഡ്രൻസ് വെച്ച് തന്നെ പോവാം. സോ നമുക്ക് ഗ്യാപ്പ് ഡൗൺ ടോപ്പൺ ആവുമ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു 25% അല്ലെങ്കിൽ ഒരു 50% പ്രോപ്പർ റിജക്ഷൻ കിട്ടി മാർക്കറ്റ് താഴേക്ക് വന്നേ പറ്റൂ. ഓക്കെ, നിങ്ങളത് ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ഈ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പണിംഗ് റേഞ്ച് ഗ്യാപ്പ് ആണ് ഏറ്റവും ഹൈലി സ്റ്റഡീഡ് ആയിട്ടുള്ള ഒരു സാധനം. സോ 25% അല്ലെങ്കിൽ ഒരു 50% മാർക്കറ്റ് മാക്സിമം പോയി 50%, ആ 50% മാർക്കറ്റ് ടാപ്പ് ചെയ്ത് താഴേക്ക് വരണം. ആൻഡ് നിങ്ങൾക്ക് ആ താഴേക്ക് വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് SMTസോ കാര്യങ്ങളോ ഒന്നും ഫോം ആവാനും പാടില്ല. പക്ഷേ നമുക്ക് മാർക്കറ്റ് 50യുടെ മേളിൽ പോയി ഒന്നാമത്തെ കാര്യം, അതൊരു ബാഡ് സൈൻ ആണ്. നമ്മൾ ഗ്യാപ്പ് ഫുള്ള് ക്ലോസ് ചെയ്തു, നമുക്കൊരു ബാഡ് സൈൻ ആണ്. അതിനുശേഷം മാർക്കറ്റ് ഒരു ഹൈ ഫോം ചെയ്തു, നമുക്ക് ഇവിടെ ഒരു ഈക്വൽ ഹൈയും ഫോം ചെയ്തു.
ഓക്കെ, നമുക്കിവിടെ ഒരു ഈക്വൽ ഹൈ ഫോം ചെയ്തു. സോ നിങ്ങൾക്ക് അറിയാം ഈക്വൽ ഹൈക്കാണ് ഹൈറാർക്കി കൂടുതൽ, നമുക്കൊരു റിലേറ്റീവ്ലി ഈക്വൽ ഹൈ ഇവിടെ ഫോം ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഈ ഡ്രോപ്പ് ആവുന്നതിന്റെ കൂടെ, ആക്ച്വലി ഇതൊക്കെ ഒരു പ്രോപ്പർ ട്രേഡ് ആണ്, നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ എൻട്രീസ് എടുക്കാം. എന്റെ പ്രൈവറ്റ് സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്റെ പബ്ലിക്ലി ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ എന്താ പറയുക എൻട്രീസും കാര്യങ്ങളും നോക്കാം. ഇതൊരു ബ്രേക്കർ ആണ്, നിങ്ങൾക്ക് ഇവിടുന്ന് എൻട്രീസ് നോക്കാം. പക്ഷെ ഇവിടെ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സാക്ട്ലി ഈ ഒരു ലോ ബാങ്ക് നിഫ്റ്റി എടുത്തു. ഓക്കെ, ഈ ഒരു ലോ ബാങ്ക് നിഫ്റ്റി എടുത്തതോടുകൂടി, അതേപോലെ നമുക്ക് ഈ ഒരു ലോ ഇവിടെ ലെഫ്റ്റ് ഔട്ട് ആയതോടുകൂടി ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് SMT എന്ന്. സോ ഈ SMT വന്നു കഴിഞ്ഞാൽ ഗൈസ് അവിടെ നമുക്ക് ഒരു പ്രോപ്പർ എന്താ പറയാ, നമുക്ക് അവിടുന്ന് മാർക്കറ്റ് തിരിയുവാണ്. അതിന്റെ റീസൺസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാർക്കറ്റ് ബെയറിഷ് ആയിരുന്നെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു ലോവർ ക്വാഡ്രന്റിൽ നമ്മൾ ബ്രേക്ക് ആയി പോകണമായിരുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു 25-75 മാർക്ക് ചെയ്യാം. സോ നമ്മൾ ഭയങ്കര ബെയറിഷ് ആയിരുന്നുവെങ്കിൽ നമ്മൾ ഈ ഒരു ക്വാഡ്രന്റിൽ നമ്മൾ ലീവായി താഴോട്ട് പോകണമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ഈ ഒരു ക്വാഡ്രന്റിൽ നമ്മൾ വീഴണമായിരുന്നു. പക്ഷെ ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു സെൽ ട്രേഡ് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നോട്ട് റിയലി. ഇവിടുന്ന് ഒരു സെൽ ട്രേഡ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. സോ ഈ ഒരു സെല്ല് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും നിങ്ങൾ പാറ്റേൺ ട്രേഡ് ചെയ്താണ്, നിങ്ങൾക്ക് ആ ഒരു സെല്ല് വാലിഡ് അല്ല. പക്ഷെ ഈ ഒരു ബൈ എടുക്കാൻ പറ്റുമോ? യെസ്, ഷുവർ ആയിട്ടും. ഓക്കെ, അപ്പം അതെന്താ ഡിസ്കസ് ചെയ്യാൻ നമ്മൾ ഒരുപാട് മോഡൽസും കാര്യങ്ങളും റിലീസ് ചെയ്തിട്ടുണ്ട്. സോ മാർക്കറ്റിന്റെ ഡൈനാമിക്സ്, നിങ്ങൾക്ക് ഏത് മാർക്കറ്റിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു മാർക്കറ്റ് ഡൈനാമിക്സ്, മാർക്കറ്റ് മൂവ് ആവുന്ന ആ ഒരു സ്ട്രക്ചർ സെയിം ആയിരിക്കും. സോ ഇവിടെ എനിക്ക് പറയുള്ളൂ, നമുക്ക് ഇവിടെ റിലേറ്റീവ് ഈക്വൽ ഹൈസ് ഫോം ചെയ്തു. സോ റിലേറ്റീവ് ഈക്വൽ ഹൈസ് ഫോം ചെയ്യുന്ന വെച്ചാൽ അത് ഉറപ്പായിട്ടും തിരിച്ചു വന്ന് റീവിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് റിലേറ്റീവ് ഈക്വൽ ഹൈസ് ഫോം ചെയ്യുന്നത്. സോ നമുക്ക് എക്സാക്ട്ലി മാർക്കറ്റ് 9:15 തുറന്നു, നമ്മൾ ഈ ഒരു ക്യാൻഡലിനെ കെയർ ചെയ്യുന്നില്ല. നമ്മുടെ ഫസ്റ്റ് പ്രസന്റഡ് ഗ്യാപ്പ് ഇതാണ്. ഫസ്റ്റ് പ്രസന്റഡ് ഗ്യാപ്പ് ഇന്ത്യൻ മാർക്കറ്റ് വർക്ക് ആവുമോ? ഓഫ് കോഴ്സ് യെസ്, ഫസ്റ്റ് പ്രസന്റഡ് ഗ്യാപ്പ് ഇന്ത്യൻ മാർക്കറ്റ് വർക്ക് ആവും. ഓക്കെ, സോ ഗൈസ് ഇതിപ്പോഴേ ഈ ഒരു വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്ന ഒരാൾക്ക് കുറച്ച് ഫാസിനേറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക, ഇത് ദഹിക്കാൻ കുറച്ച് പാടായിരിക്കാം. നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഞാനിങ്ങനെ ക്ലാസ് ഒക്കെ ലൈക്ക് എല്ലാ കാര്യവും കഴിഞ്ഞിട്ട് മാർക്കറ്റ് നടന്നതിന് ശേഷം നമ്മൾ ഒന്നിരുന്ന് പറയുന്നതാണ്. ലൈക്ക് ഈ ഒരു ചാനലിന്റെ കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ടെലഗ്രാം ചാനലിൽ കയറി നോക്കുക. നമ്മൾ വണ്ടേഴ്സ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ആക്ച്വലി ട്രേഡിംഗ് സ്പേസിൽ, നമ്മൾ ട്രേഡിംഗ് സ്പേസിനെ റെവല്യൂഷനൈസ് ചെയ്യാൻ വേണ്ടി തന്നെ വന്നിരിക്കുന്നവരാണ്. സോ ഗൈസ് ഇവിടെ നമുക്കിവിടെ SMT ഫോം ആയി. സോ നമുക്ക് ഇവിടെ തൊട്ട് നമുക്കൊരു ബുള്ളിഷ് പ്രൈസ് ആക്ഷൻ നോക്കി തുടങ്ങണം. പക്ഷെ ഒരു ബുള്ളിഷ് പ്രൈസ് ആക്ഷന് നിങ്ങൾ എവിടെ എൻട്രി ചെയ്യും? ആ ഒരു എൻട്രി നിങ്ങൾ എന്താ പറയാ കുറച്ച് ബുദ്ധിമുട്ടി കണ്ടുപിടിക്കേണ്ടി വരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു പ്രോപ്പർ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാപ്പിലേക്ക് തിരിച്ച് പ്രൈസ് റിട്രേസ് ആയി ഇവിടുന്ന് നമുക്കൊരു മാക്രോ ടൈം സ്റ്റാർട്ട് ആയി 11:48 ആയി. ഇവിടുന്ന് ഈ ഒരു എൻട്രി എടുത്ത് നിങ്ങൾ ഈ ഒരു ഈക്വൽ ഹൈസിനെ ടാർഗറ്റ് ചെയ്യുന്നത്, അതേ കണക്ക് തന്നെ ഈ ഒരു ഹൈസിനെയൊക്കെ ടാർഗറ്റ് ചെയ്യേണ്ടത്, ഈ ഒരു എൻട്രി എടുത്ത് ഈ ഒരു ഹൈസിനെ. അപ്പം നിങ്ങൾ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വളരെ കുറച്ച് ടൈം ഡീക്കേയും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. അതേ കണക്ക് നിങ്ങൾക്ക് ഈ ഒരു സെൽ എടുത്താലും നിങ്ങൾക്ക് ഇവിടെ വളരെ കുറച്ച് ടൈം ഡീക്കേയും കാര്യങ്ങളും ഉള്ളൂ. ഓക്കെ, ഈവൻ നിങ്ങൾക്ക് ഈ ഒരു ബ്രേക്കറിലേക്കുള്ള റിട്രേസ്മെന്റ് എടുത്താലും വളരെ കുറച്ച് ടൈം ഡീക്കേ ഉള്ളൂ. അപ്പം എങ്ങനെ ഇവിടെ എക്സിറ്റ് ആവണമെന്ന് അറിയാം. കാരണം മാർക്കറ്റ് എന്താ പറയാ ആ ഒരു ലോ നമ്മുടെ ബാങ്ക് നിഫ്റ്റി എടുത്തു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് SMTയും കാര്യങ്ങളൊക്കെ വരാനായിട്ട് നിങ്ങൾക്ക് ആരെയൊക്കെ നോക്കാം? ബാങ്ക് നിഫ്റ്റിനെയും അതേ കണക്ക് സെൻസെക്സിനെ നോക്കാം. ഗൈസ് നിങ്ങളുടെ നാട്ടിലുള്ള ഒരു എന്താ പറയാ മാർക്കറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഒരു പ്രശ്നവും കൂടാതെ നിങ്ങൾക്ക് അറിയാവുന്ന കോൺസെപ്റ്റ് വെച്ച് വളരെ ചെറിയ റിസ്കിലോ അല്ലെങ്കിൽ നിങ്ങളിലുള്ള ക്യാപിറ്റൽ വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് ഒരു അക്കൗണ്ടും കാര്യങ്ങളും പാസ്സാക്കാതൊക്കെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ക്യാപിറ്റൽ അത്യാവശ്യം വേണം. ഞാൻ ആരെയും സീറോ ക്യാപിറ്റലിലോട്ട് കയറാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇപ്പം ഇക്വിറ്റി ഇൻട്രാഡേ ട്രേഡിംഗിലൊക്കെ ആണെങ്കിൽ മിനിമം ഒരു 10K ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നല്ലതാണ് നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ ഇൻഡെക്സ് ഓപ്ഷൻസ് ബൈ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 30,000 ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇൻഡെക്സ് ഓപ്ഷൻസ് സെല് ചെയ്യാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 50,000 ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇവിടെ എനിക്ക് കുറച്ച് ബാക്ക് ക്ലാഷസ് വരാൻ ചാൻസ് ഉണ്ട്. ആൾക്കാർ പറയും ഇൻഡെക്സ് ഓപ്ഷൻസ് സെല് ചെയ്യാനായിട്ട് 1 lakh വേണ്ടേ 2 lakh വേണ്ടെന്നൊക്കെ ചോദിക്കും. ഗൈസ് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ ആർഗ്യൂ ചെയ്ത് നിൽക്കരുത്. ഇൻഡെക്സ് ഓപ്ഷൻസ് സെല് ചെയ്യാൻ നിങ്ങൾക്ക് 33,000-നൊക്കെ. സോ അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസ് നമുക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെ നിങ്ങൾക്ക് സെല് ചെയ്തുകൊണ്ട് ഒരു മന്ത്ലി റവന്യൂ എപ്പോഴും എങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. സോ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് ഈ ഒരു ചാനലിൽ അങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ല. നമ്മൾ എപ്പോഴും ഒരു വട്ടം ഈ ഒരു ഇൻഡെക്സ് ക്രാഷ് ആയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് നമ്മൾ ആ ഒരു ക്രാഷിനെ കുറിച്ച് സംസാരിച്ചത്. സോ ഞാനിപ്പോൾ ആലോചിച്ചപ്പോൾ തോന്നിയ ഒരു കാര്യമാണ്, നിങ്ങൾക്ക് അക്കൗണ്ട്സ് പാസ്സാക്കേണ്ട, വളരെ ലോ റിസ്കി ട്രേഡ് ചെയ്ത് തുടങ്ങാം. നിങ്ങളുടെ സ്വന്തം നാട്ടിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളെക്കാട്ടി ചീപ്പർ മാർക്കറ്റ്സിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആവാം. അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ എന്നല്ല, വളരെ വലിയ രീതിയിൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം പാകിസ്ഥാനിൽ ഇപ്പം നിങ്ങളുടെ കറൻസിനെ കാട്ടി വാല്യൂ കുറവാണെങ്കിൽ പാകിസ്ഥാൻ ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്ന ഒരു നല്ലൊരു ഓപ്ഷൻ ആണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്താ പറയാ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ലെവറേജ് കിട്ടുവാണ്. അപ്പം ഫോർ എക്സാമ്പിൾ ഒന്ന് ആലോചിക്കുക, അമേരിക്കൻസിന് ഇന്ത്യൻ മാർക്കറ്റ് വന്ന് ട്രേഡ് ചെയ്യുന്ന ലാഭമാണോ? ഓഫ് കോഴ്സ് യെസ്. അവർക്ക് വളരെ ചെറിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ അവർക്ക് വളരെ വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. അവർക്ക് നാസ്ഡാക്കിന്റെ ഒരു
പുട്ട് ഓപ്ഷൻ വാങ്ങിക്കുന്ന സമയത്ത് ഇവിടെ അവർക്ക് ഒരു maybe ഒരു 10-15 പുട്ട് ഓപ്ഷൻസ് വാങ്ങിക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് സ്കെയിലിങ്ങിനെ കുറിച്ചൊക്കെ വരാം. സോ ഗൈസ്, നമുക്കപ്പം ഇവിടെ ഒരു SMT ഫോം ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു ലോ ലെഫ്റ്റ് ഔട്ട് ആയിരുന്നു. ഓക്കെ, സോ ആ ഒരു ലോ ഫോം ആയിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 9:44 ആണ്. ആൻഡ് ഈ ലോ ഫോം ആയിരിക്കുന്ന ഒരു ബ്രേക്ക് ഫിഗറിലാണ്, 11 o'clockലാണ് ബ്രേക്ക് ഫിഗർ ആണത്. സോ നമുക്ക് മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിഞ്ഞു. ഇവിടെയൊക്കെ എൻട്രീസ് നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നോട്ട് റിയലി നമുക്കൊരു പ്രോപ്പർ എൻട്രി സിസ്റ്റംസും കാര്യങ്ങളും അല്ല വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ ഹൈയും അതേപോലെ ഈ ഒരു ഗ്യാപ്പിലേക്കുള്ള റിട്രേസ്മെന്റും മാക്രോ ടൈമിങ്ങിൽ നമുക്ക് മുകളിലോട്ടൊരു എന്താ പറയാ പുൾ ബാക്ക് കിട്ടി. നമുക്ക് ഒരു DKയും കാര്യങ്ങളും ഇല്ലാതെ ഈ ഒരു ഇത് കംപ്ലീറ്റ് ആയി. കറക്റ്റ് 12 o'clock ആകുമ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് നിർത്തണം നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ. കാരണം 12 o'clock തൊട്ട് 1:30 വരെ നമുക്ക് ലഞ്ച് ആണ്. ഓക്കെ, 12 o'clock തൊട്ട് 1:30 വരെ നമുക്ക് ലഞ്ച് ആണ്. ലഞ്ചിന് ശേഷം ലൈക്ക് ഗൈസ് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, എക്സ്പാൻഷൻ, റിട്രേസ്മെന്റ്, തിരിച്ചു എക്സ്പാൻഷൻ ആണ്, ഒരിക്കലും റിവേഴ്സൽ അല്ല. റിവേഴ്സൽ നടക്കണമെങ്കിൽ നമുക്ക് മുകളിൽ SMTയും കാര്യങ്ങളൊക്കെ വേണം. അതേ കണക്കാണ് തിരിച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. സോ ഞാൻ PM സെഷൻ ട്രേഡ് ചെയ്യാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ AM സെഷൻ ട്രേഡ് ചെയ്യുക. നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും AM സെഷൻസ്. സോ ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ റിവ്യൂ. ഒരുപാട് നാളായിട്ട് നമ്മളോട് നിഫ്റ്റിയുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ ആയിട്ട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. സോ നിഫ്റ്റിയുടെ റിവ്യൂ ഇതാണ്. ആൻഡ് ഗോൾഡിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം ഗൈസ്, ഗോൾഡ് നിങ്ങൾ ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ ഗോൾഡ് നമുക്ക് ഇത്രയും നാൾ ബെയറിഷ് ആയിരുന്നു. നമുക്ക് ഇവിടുന്ന് ഒരു മാർക്കറ്റ് തിരിഞ്ഞു. സോ ഗൈസ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇനി നോക്കാൻ നേരത്ത് ബുള്ളിഷ് പ്രൈസസ് നോക്കുക. നിങ്ങൾ ഗോൾഡ് ഇനി നോക്കുമ്പോൾ ബുള്ളിഷ് പ്രൈസസ് നോക്കുക. നിങ്ങൾക്ക് അൺടിൽ യു ആർ പ്രൂവൺ റോങ് നിങ്ങൾ ബുള്ളിഷ് പ്രൈസസ് നോക്കുക. ഈ ഹൈസും കാര്യങ്ങളും എയിം ചെയ്യുക, എക്സെട്ര എക്സെട്ര എക്സെട്ര. നിങ്ങൾ ഒരു ലൈക്ക് ഗോൾഡിന്റെ പ്രൈസ് ആക്ഷൻസ് നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് ഒരു ന്യൂസിന്റെ ബേസിലോ അങ്ങനത്തെ ഒരു കാര്യത്തിന്റെ ബേസിൽ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാനോ ഇതിനൊന്നും പറ്റില്ല. ആ സെയിം ഇത് തന്നെയാണ് ഓയിലിനും. ഓയിൽ കറന്റ് ബുള്ളിഷ് ആണ്, ഹയർ പ്രൈസസ് നോക്കുക. ഗോൾഡും ഇവിടെ നിന്ന് നമുക്കൊരു ടേൺ കിട്ടിയിട്ടുണ്ട്, ബുള്ളിഷ് പ്രൈസസ് നോക്കുക. അൺടിൽ യു ആർ പ്രൂവൺ റോങ്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ ഒരു ഗ്യാപ്പിനെയൊക്കെ ഡിസ്പ്ലേസ് ചെയ്ത് പ്രൈസ് താഴെ പോവാണെങ്കിൽ നിങ്ങൾക്ക് ബെയറിഷ് ആവാം. അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിന്റെ താഴെ ഡിസ്പ്ലേസ് ചെയ്ത് നമുക്ക് ക്ലോസ് ആവുകയാണെങ്കിൽ നമുക്ക് ബെയറിഷ് പ്രൈസസും കാര്യങ്ങളും നോക്കാം. അൺടിൽ യു ആർ പ്രൂവൺ റോങ് ബുള്ളിഷ് പ്രൈസസ് നോക്കുക, ഗോൾഡും അതേപോലത്തെ കാര്യങ്ങളും. പിന്നെ യൂറോ USD ഒക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ചുമ്മാ നാസ്ഡാക്കിലേക്ക് മാറാം. സോ ഗൈസ്, നാസ്ഡാക്കും എക്സാക്ട്ലി നമ്മൾ ഇന്ത്യൻ ടൈമിലാണ്, നമുക്കൊന്ന് തിരിച്ച് അമേരിക്കൻ ടൈമിലേക്ക് പോകാം. നമ്മൾ കാരണം ഇന്ത്യൻ മാർക്കറ്റ് വിട്ടു. സോ നാസ്ഡാക്ക് നമ്മൾ മന്ത്ലി ക്യാൻഡലിന്റെ ഓപ്പണും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനെ രണ്ട് രീതിയിൽ കൺസിഡർ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് മേജർ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുള്ള ഒരു റീഅക്യുമുലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്കൊരു സ്വിംഗ് ലോ ഫോം ആക്കിയിട്ട് നമുക്കൊരു പ്രോപ്പർ എന്താ പറയാ മാർക്കറ്റ് തിരിയാനായിട്ടുള്ള സിറ്റുവേഷൻ. സോ നമുക്ക് ഒരു സ്വിംഗ് ലോ ഫോർമേഷനും കാര്യങ്ങളൊന്നും ഇതുവരെ ഫോം ആയിട്ടില്ല. നമുക്ക് നോക്കാം വാട്ട് ഡേറ്റാസ് ആർ. ഈ ഒരു വീക്കും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീക്കിന്റെ മിഡ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റ് പെർഫോമിംഗ് നോക്കാം. ഞാൻ പ്രഡിക്ഷൻസും കാര്യങ്ങളൊന്നും ഇതിൽ വരുത്തുന്നില്ല. നമുക്ക് എക്സാക്ട്ലി നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ പ്ലേ ഔട്ട് ആവുന്നതെന്നും. സോ ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്തിരുന്നതും ആ ഒരു ഇന്ത്യൻ മാർക്കറ്റിന്റെ ആ ഒരു കാര്യം പറയാനായിട്ടായിരുന്നു. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു ചാർട്ടും യൂസ് ചെയ്യാവുന്നതാണ്. നിഫ്റ്റി 1 എക്സ്ക്ലമേറ്ററി മാർക്ക്, ഗിഫ്റ്റ് നിഫ്റ്റി എന്നൊക്കെ പറയും. ഇതൊരു കണ്ടിന്യൂസ് ചാർട്ട് ആണ്. ഇതിനെ ബാക്കിയുള്ളവർ ഇങ്ങനെ ഓവർനൈറ്റ് ചാർട്ട് അതേപോലെ ഫോറിൻ ചാർട്ട് എന്നൊക്കെ വിളിക്കാറുണ്ട്. ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവർ പലതും പറയാറുണ്ട്. ഗൈസ്, നമ്മൾ നാസ്ഡാക്ക് ഒക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം NQ1 എക്സ്ക്ലമേറ്ററി മാർക്ക് എന്ന് പറയുന്ന ചാർട്ട് ഉണ്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ ഇത് ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗിഫ്റ്റ് നിഫ്റ്റി ഒക്കെ നോക്കി നിങ്ങളുടെ അനാലിസിസും കാര്യങ്ങളും നടത്താം. നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റിലേക്ക് SMTസിനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ചാർട്ട് വേണം, അല്ലെങ്കിൽ നിങ്ങളൊരു ചാർട്ട് റെഫർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബ്രോക്കറേജസ് എടുക്കുക, ഈ കോട്ടക് അല്ലെങ്കിൽ ഫയർസ് ഓർ അപ്സ്റ്റോക്സ് ഒക്കെ എടുക്കുക. എന്നിട്ട് അതിനകത്ത് നിഫ്റ്റിയുടെ ഒരു ഈ കറന്റ് മന്തിന്റെ ഫ്യൂച്ചേഴ്സ് ചാർട്ട് എടുക്കുക. ആ ഫ്യൂച്ചേഴ്സ് ചാർട്ട്സിൽ ഇപ്പം നിഫ്റ്റിയുടെ ഒരു ചാർട്ട് എടുക്കുക, ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ട് എടുക്കുക, സെൻസെക്സിന്റെ ഒരു ചാർട്ട് എടുക്കുക. മൂന്നിനകത്തും നിങ്ങൾക്ക് വേണ്ട ലിക്വിഡിറ്റി പോയിന്റ്സും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക, ഗ്യാപ്സും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനകത്ത് നിങ്ങളുടെ അനാലിസിസ് നടത്തുക. ആൻഡ് ആ ഒരു അനാലിസിസിന്റെ ബേസിൽ നിങ്ങൾക്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സ് ഒന്ന് നോക്കുക ആൻഡ് ഡയറക്ട്ലി നിങ്ങളുടെ സ്ട്രൈക്ക് പ്രൈസും കാര്യങ്ങളും ചൂസ് ചെയ്തിട്ട് ഓപ്ഷൻസിൽ പോയി ട്രേഡ് എടുക്കുക. ഓക്കെ, സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ബേസ്ഡ് കോഴ്സസും കാര്യങ്ങളൊക്കെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഉടനെ തന്നെ കാണാം. ഒരുപാട് കാര്യങ്ങൾ കുക്കിംഗ് ആണ്. നമുക്ക് ബിഗിനേഴ്സ് ട്രേഡിംഗ് സീരീസും അതേ കണക്കാണ് നമ്മുടെ ലെഗസി ലെക്ചേഴ്സും, കൂടാതെ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് കോഴ്സും അതേപോലെ ടൈം കോഴ്സും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കറന്റ്ലി കുറച്ച്
എന്താ പറയുക എക്സ്റ്റേണൽ ബിസിനസ് ആക്ടിവിറ്റീസുമായിട്ട് നമ്മൾ കുറച്ച് ടേക്കൺ എൻഗേജ്ഡ് ആണ്. പക്ഷേ നമ്മൾ സൂൺ തിരിച്ച് മാർക്കറ്റിലേക്ക് ഇറങ്ങും. നമ്മൾ വളരെ ആക്റ്റീവായിട്ട് തന്നെ കണ്ടന്റ്സും കാര്യങ്ങളും റിലീസ് ചെയ്യും. സോ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇലസ്ട്രേഷൻസും കാര്യങ്ങളും ഒക്കെ വെച്ച് നിങ്ങൾക്ക് കണ്ടന്റ്സ് റിലീസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. സോ നമ്മുടെ പ്ലാൻസ് എല്ലാം ലൈക്ക് സ്റ്റിൽ അവിടെ തന്നെ ഉണ്ട്. നമ്മൾ എക്സാക്ട്ലി നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുള്ള അതെല്ലാം നമ്മൾ ഇവിടെ ചെയ്തിരിക്കും പോകുന്നതിന് മുമ്പ്. സോ ഗൈസ്, until then, be safe, trade safe. Bye folks.